എവിടെ പോണു നിങ്ങള്? വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ 2 ദിവസമല്ലേ പ്രാങ്ക് ചെയ്തിട്ട്. അപ്പം ഇന്നൊരു പ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചു ഗൈസ്. പിന്നെ എന്താ സംഭവം, ഞാൻ അങ്ങാടിലേക്ക് പോകണം, പുറത്ത് പോകണ്ട. അപ്പോൾ എന്തായാലും ഒരു പ്രാങ്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് വണ്ടി എത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന ഒരു കിടിലൻ പ്രാങ്കാണ്. അപ്പോൾ എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. അപ്പോൾ വണ്ടി എത്തി എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ വീട്ടിലും പിന്നെന്താ പറയുക, നല്ല ടെൻഷനാവും കേട്ടോ. സംതിങ് സെയിം അതുപോലെ തന്നെ ആയിരിക്കും മേ ബി. എന്തായാലും നമുക്ക് വീഡിയോ കാണാം എന്തായാലും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ബെല്ലൈക്കൻ അമർത്തിയിട്ട് അതേപോലെ തന്നെ വീഡിയോ എൻ്റെ വരെ കാണാം. അപ്പോൾ നമുക്ക് എന്താക്കാം, വീഡിയോയിലോട്ട് കിടക്കാം കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണണേ. ഹലോ, എൻ്റെ റേഷൻ കാർഡ് ആധാർ കാർഡിൻ്റെ ഫോട്ടോയ്ക്ക് ബാഗ് എൻ്റെ ആ ബാഗ് എന്റേത് ഞാൻ സ്റ്റേഷനിലുണ്ട്. എന്ത് പറയാന്, അയാൾക്ക് ചെറിയൊരു മുറിയുണ്ട്. പിന്നെ വണ്ടി മുമ്പ് പോയിന്. വേണ്ട, ഞാൻ നോക്കാം. ആ കുഴപ്പമില്ല. വേറെന്താ, എൻ്റെ കാല് ചെറിയ ഇതുണ്ട്, പ്രശ്നമില്ല. അയച്ചാ ഞാനേ ഹലോ, ഞാൻ കുറച്ചൊരു 2-3 ആകുമ്പോൾ വിളിക്കാം. അപ്പോൾ അലയാക്കൊക്കെ പറ്റുകയാണെങ്കിൽ പെരക്ക് വരും. അവിടെ പെരിന്തൽമണ്ണ വരാൻ പറയും. അലയാക്കാക്ക് പറ്റുമെങ്കിൽ പെരിന്തൽമണ്ണ വരാൻ പറയുന്നു. ആ, എൻ്റെ കാല് ചെറിയ മുറി ഉണ്ട്, അതൊന്ന് കട്ടണം. വേണ്ട, വിളിക്കാതെ ഇപ്പൊ വിളിക്കൊന്നും വേണ്ട, ഞാൻ കെട്ടിയിട്ട് വിളിക്കാം. വേണ്ട, ആ തൊടന്റെ എവിടെയാണ് നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് അയച്ചു വെക്കുന്നത്. ഇപ്പൊ വരുന്ന വേണ്ട, ഞാൻ വിളിക്കുമ്പോ എന്നാ മതി. ഇപ്പൊ ഇറങ്ങും, സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയമാവും. ആ ശരി ശരി എന്നാലും. ആ എവിടെ എത്തി? ഞാൻ ഇവിടെ ഉണ്ട്. നീ എവിടെ? അലിയാക്ക എവിടെ? ആ ശരി, ഞാൻ ഇവിടെ ഉണ്ട്, സ്റ്റേഷനിലുണ്ട്. എവിടെ പോണു നിങ്ങള്? എന്താ കാലം? എവിടക്ക പോണേ? എന്തിന്? നല്ല പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എവിടക്ക പോണേ? പാപ്പാന്റെ വരേക്കാ ഉമ്മ അണ്ണച്ചി ഡ്രസ് ഇട്ടിട്ട്. സത്യം പറയാ, എന്തായി സത്യത്തിന് മുറിയായോ? അപ്പൊ പിന്നെ നീ വന്നേ, നമ്മള് വരികയെന്നൊക്കെന്ന് പറഞ്ഞില്ലേ? ചോറ് കഴിക്കണ്ടേ? ഫുൾ ടൈം സ്റ്റേഷനിൽ നിന്നാലോ? ചോറൊന്നും വേണ്ട. ഞങ്ങള് കൂട്ടാൻ നടി ആർഷോണറാണ് അത്ര. ആ പെണ്ണെ വാ. ഓ ഗൈസ് നോക്കൂ, ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് തിരുത്തെത്തി. സംഭവം പിന്നെന്താണ്,
ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഉമ്മ തട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫുൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ എടുത്തിട്ടുള്ളൂ. താത്താന് മാത്രം റിയാക്ഷൻ. അവർ ഡ്രസ്സ് മാറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ്, അവൻ സ്റ്റേഷനിലാണ് വണ്ടി, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ച് പാവം ഡ്രസ്സൊക്കെ മാറ്റി വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവർ വരാൻ അങ്ങോട്ട് വരാൻ ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടോ. കാരണം അവർ വെറുതെ അവിടം വരെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇങ്ങോട്ട് വന്ന്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, പക്ഷെ ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിട്ടോ. കാരണം വണ്ടി അട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ നല്ലൊരു ടെൻഷൻ ഉണ്ടായി. പണ്ടേ ഉമ്മക്ക് വണ്ടി തട്ടി എന്ന് പറയുന്ന ടെൻഷനാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ സംഭവം ഉണ്ടായതുകൊണ്ട് മറക്കാനാത്ത സംഭവം ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഉമ്മക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പ്രാങ്ക് ചെയ്യാൻ പറ്റും നല്ല നല്ല എന്താ പറയുക ഒരു ടിപ്പ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇറക്കി. അപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല വീഡിയോസായി അടുത്ത വീഡിയോയിൽ കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ.